മലബാർ അപ്വെല്ലിംഗ് റീജിയൺ രത്നഗിരി മുതൽ കന്യാകുമാരി വരെ നീളുന്ന സുപ്രധാന മേഖല. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ മത്സ്യബന്ധനം നടക്കുന്ന സമുദ്രമേഖല. മൺസൂൺ കാലത്താണ് ഈ മേഖലയിലെ അപ്വെല്ലിംഗ്. മത്സ്യങ്ങൾക്കാവശ്യമായ പോഷകസദ്യ കടലൊരുക്കി നൽകുന്ന സാമുദ്രിക പ്രതിഭാസം. ഈ പ്രതിഭാസം നടക്കുന്ന കാലത്താണ് കേരള തീരത്തോട് ചേർന്ന് തുടർച്ചയായി 3 ആഴ്ചകളുടെ മാത്രം വ്യത്യാസത്തിൽ 2 വലിയ കപ്പലപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. ഏറ്റവും ഒടുവിലുണ്ടായ കപ്പൽ അപകടത്തിൽ അഗ്നി എപ്പോൾ നിയന്ത്രണ വിധേയമാകുമെന്ന് പോലും പറയാൻ കഴിയാത്ത അവസ്ഥ. മലബാർ അപ്വെല്ലിംഗ് റീജിയനിൽ കൂടുതലായുള്ളത് അയലയും ചാളയുമാണ്. കപ്പലപകടത്തെ തുടർന്ന് മാലിന്യം പടരുന്നത് ഈ മത്സ്യയിനങ്ങളെ ബാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാലിന്യം പടരുന്ന മേഖലയിൽ നിന്ന് ഈ മത്സ്യയിനങ്ങൾ മാറിപ്പോകും. ട്രോളിംഗ് കഴിഞ്ഞ് ഏറെ പ്രതീക്ഷയോടെ വലവീശാനിറങ്ങുന്ന മീൻപിടുത്തക്കാർക്ക് ഇത് തിരിച്ചടിയാകുമോ എന്നാണ് ആശങ്ക. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമാണ്. ലോകം ഇന്ന് കഴിക്കുന്ന മത്സ്യത്തിലെ 90% മക്കരൽ അഥവാ അയല കിട്ടുന്നത് ഇവിടെ നിന്ന് മാത്രമാണ് സാർ. ഇവിടെ അയലയും ചാളയും വളരെ ഇക്കോളജിക്കലി സെൻസിറ്റീവായ മത്സ്യയിനങ്ങളാണ്. ചെറിയൊരു അപകടം ആ പ്രദേശം അടുക്കൂല, ചെറിയൊരു മണം വന്നാൽ ആ ഭാഗത്ത് അടുക്കൂല. രാജ്യാന്തര റൂട്ടിൽ നടന്ന കപ്പലപകടം തൽക്കാലം കേരള തീരത്തിന് ആശങ്കയാകില്ലെന്നാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വ്യക്തമാക്കുന്നത്. എന്നാൽ തുടർച്ചയായി നടന്ന 2 കപ്പലപകടങ്ങളുടെയും കാരണം ഇപ്പോഴും അജ്ഞാതമാണ്. ഇത് സംബന്ധിച്ച് കപ്പൽ കമ്പനികൾ വ്യക്തമായ ഉത്തരങ്ങൾ നൽകിയിട്ടില്ല. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിനു ശേഷമുണ്ടായ അപകടങ്ങൾ സംബന്ധിച്ച് സമൂഹ മാധ്യമങ്ങളിലടക്കം സജീവമായ ചർച്ചകൾ തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.